ടീച്ചർ ഇങ്ങനെ സംസാരിക്കുന്ന ടീച്ചറെ പ്രശ്നം തന്നെ എന്താന്ന് വെച്ചാൽ ടീച്ചർ ക്ലാസ്സിലെത്തിയ ടീച്ചറാണല്ലോ എല്ലാ കുട്ടികളെ ഒരുപോലെ കാണാത്തതിന്റെ പേരിലല്ല എൻ്റെ മോളിങ്ങനെ സംഭവിച്ചത്. എൻ്റെ മോളെ അങ്ങനെ ഒറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ അല്ലാണ്ട് മാനസികമായിട്ട് ഒരു പ്രശ്നം എൻ്റെ മോക്കില്ലാത്തൊരു മോളാണ്. سنخوض معاركنا معهم وسنمضي جموعا نردعهم ونعيد الحق المغتصب وبكل القوة ندفع. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. വയനാട് ജില്ലയിലെ മാനന്തവാടിയിലുള്ള ഫാത്തിമ എന്ന് പേരുള്ള ഈ ഒരു ചെറിയ പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ പടച്ചറമ്പേ, നാളെ നമ്മുടെ മക്കൾക്ക് ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം. ഈ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഇല്ല. മരണം സ്വയം തിരഞ്ഞെടുക്കാൻ ഈ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചൊരു ഘടകം സ്കൂളിലത്തെ ടീച്ചർമാരുടെ പെരുമാറ്റമാണത്രേ. ടീച്ചർമാരെപ്പോഴും കുറ്റപ്പെടുത്തി സ്കൂളിൽ എന്തോ ഒരു മഷി തെറിച്ചുപോയൊരു സംഭവം ഉണ്ടായി, മഷി കുടഞ്ഞൊരു സംഭവം ഉണ്ടായി. എല്ലാവരും കൂടിയിട്ട് ഇവളുടെ പേരാ പറഞ്ഞത്. ഇവളെ കൊണ്ട് ടീച്ചർ തുടപ്പിച്ചു. ടീച്ചർ എപ്പോഴും ചീത്ത പറയല്. അങ്ങനെ അധ്യാപികമാരുടെ പെരുമാറ്റത്തിൻ്റെ പ്രശ്നം കാരണം ആ സ്കൂൾ യൂണിഫോമിൽ പിന്നെ ആ വീട്ടുകാർ കാണുന്നത് ജീവൻ നഷ്ടപ്പെട്ട സ്വന്തം മോളെയാണ്. നമ്മുടെ മക്കളൊക്കെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നമ്മളെക്കാൾ സ്നേഹിക്കുന്ന ടീച്ചർമാരുണ്ട്, ഒരുപാട് അധ്യാപകന്മാരുണ്ട്, മക്കളെ പൊന്നുപോലെ നോക്കുന്നവർ. പക്ഷേ മക്കൾക്ക് അത്രയും സ്നേഹമുള്ള അധ്യാപികമാരുടെ കയ്യിൽ നിന്നൊരു വിഷമമുണ്ടാകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ജീവിതം പാതി വഴിയിൽ അവസാനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ ഫാത്തിമയുടെ അനുഭവം നാളെ നമ്മുടെ മക്കൾക്കില്ലാതിരിക്കാൻ അധ്യാപകരായാലും രക്ഷിതാക്കളായാലും കുറ്റപ്പെടുത്തുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതൊരിക്കലും ഗുണം ചെയ്യില്ല. നമ്മൾ കരുത് നമ്മൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞാലും മക്കൾ നേരെയാവും, അവർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആവുന്ന ഒരിക്കലുമല്ല. ഈ ഉമ്മയുടെ വാക്കുകൾ കണ്ടപ്പോൾ എൻ്റെ മകൾ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. നാളെ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. ഈ ഉമ്മ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു നോക്ക്. എൻ്റെ മോളിങ്ങനെ പറയലുണ്ട് സ്കൂളിൽ ഓരോ പ്രശ്നങ്ങളും വന്നിട്ട്, പിന്നെ എന്നെ മാറ്റി ചേർത്ത് തരുവാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മോനെ ഇങ്ങനെ ചേർത്തെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ മാറ്റുമ്മ ഒരിക്കലും അൻസിനെ പീച്ചങ്ങോട്ട് വെക്കുന്നു മാറ്റിയിട്ട് ഇതോരൊക്കെ ചേർത്തണ്ട, തരുവനെ ചേർത്തിയാൽ മതിയെന്നാണ് എൻ്റെ മോള് പറഞ്ഞു. പിന്നെ എന്തെന്നാ അവൾക്ക് എന്തെന്നിട്ടുള്ള പ്രശ്നം അതും പറഞ്ഞിട്ട്, പിന്നെ ക്ലാസ്സിലിങ്ങനെ ആരും ഇങ്ങനെ ഒറ്റപ്പെടുത്തി കളയുമെന്നുള്ളൊരു വിഷയം അതും പറഞ്ഞിട്ട്. വീട്ടിൻ്റെ വിഷയം എൻ്റെ മോൾ എന്നോട് സംസാരിക്കലുണ്ട്, പക്ഷെ ഇത്ര ഗൗരവമായിട്ട് ഞാനത് എടുത്തില്ല. മുന്നിലത്തെ വെള്ളിയാഴ്ച മീറ്റിങ്ങിന് പോയിട്ട് സംസാരിച്ച് ഇങ്ങനെ ഞാനെല്ലാം വന്ന് പറഞ്ഞു മോളെ പഠിക്കുന്നില്ലുണ്ട്, ടീച്ചർ മോളെ കൊണ്ട് നല്ല അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോള് പറഞ്ഞു അമ്മ ടീച്ചർ അങ്ങനെ അഭിപ്രായം പറയും എന്നിട്ട് മകൾക്ക് എന്തെന്നും പറഞ്ഞു ഇല്ലാത്ത എന്നെ ചീത്ത പറയലുണ്ട്. അന്നാ എന്നോട് പറഞ്ഞു മീറ്റിങ്ങിന് പോകുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ടീച്ചറോട് ചോദിക്കുമായിരുന്നു. പക്ഷെ ടീച്ചർ എന്നോട് പറഞ്ഞത് മീറ്റിങ്ങും കഴിഞ്ഞ് വന്നിട്ട് ഞാനിത് സംസാരിക്കും എൻ്റെ മോളെന്നോട് പറഞ്ഞു ബൂമർ തിന്നെന്ന് പറഞ്ഞ എന്നെ ടീച്ചർ ചീത്ത പറഞ്ഞ് ഞാൻ തിന്നലില്ല, പിന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അന്നേ ദിവസം എന്തെന്നാ സംഭവിച്ചത്, ഇങ്ങനെ ക്ലാസ്സിൽ ഭക്ഷണം പറഞ്ഞ് ചീത്ത പറഞ്ഞോ അന്നേരം മറ്റുള്ള കുട്ടികൾ കളിയാക്കിയിട്ടുണ്ടാവും. അങ്ങനെ കളിയാക്കുന്നതല്ല ഒരു ഭയങ്കര ഫീലാവുന്നുണ്ട് അവർക്ക്. ടീച്ചർ ഇങ്ങനെ സംസാരിക്കുന്ന ടീച്ചറെ പ്രശ്നം തന്നെ എന്താന്ന് വെച്ചാൽ ടീച്ചർ ക്ലാസ്സിലെത്തിയ ടീച്ചറാണല്ലോ എല്ലാ കുട്ടികളെ ഒരുപോലെ കാണാത്തതിന്റെ പേരിലല്ല എൻ്റെ മോളിങ്ങനെ സംഭവിച്ചത്. എൻ്റെ മോളെ അങ്ങനെ ഒറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ അല്ലാണ്ട് മാനസികമായിട്ട് ഒരു പ്രശ്നം എൻ്റെ മോക്കില്ലാത്തൊരു മോളാണ്. എൻ്റെ മോളെ ഇങ്ങനെ ഇതിൻ്റെ നടപടി എനിക്ക് കിട്ടിയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളെന്നെ എൻ്റെ പൈത്താര നടക്കുന്ന മോളാൻ്റെ. അതുകൊണ്ട് എൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയണം. അന്നത്തെ ഒരു ദിവസം നല്ലോണം ഞാൻ രാവിലെ കടിയും ചായ ഉണ്ടാക്കി കൊടുത്ത് പറഞ്ഞു വെച്ച മോളാ. അന്ന് എന്തെന്ന് തിരിച്ചെത്തുമ്പോഴത്തേക്ക് എൻ്റെ മോൾക്ക് സംഭവിച്ചെന്ന് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് അത് സ്കൂളിൽ വന്നതിന് ശേഷം എന്നെ സംഭവിച്ചത്. എൻ്റെ തലേന്ന് സ്കൂളിലെ എല്ലാ വിഷയവും എന്നോട് പറയുകയും നോമ്പെടുക്കണം, നാളെ നല്ല ദിവസം ഇറച്ചി മേടിക്കണം എന്നൊക്കെ പറഞ്ഞ എൻ്റെ മോള് പെട്ടെന്നൊരു നിമിഷം ഇങ്ങനെ മാറി മറിയാനുള്ള കാരണം എന്താന്നുള്ള എനിക്ക് അറിയണം സാർ. ഒരധ്യാപകനും അധ്യാപികയും വാപ്പാരും ഉമ്മാരും ആണെങ്കിലും മക്കളെ കുറ്റപ്പെടുത്തുമ്പോൾ അവർ വിചാരിക്കെന്താണ്, ഇത് ഞാൻ നല്ല ഉദ്ദേശത്തിലാണ്. പക്ഷേ ഇത് കേൾക്കുന്നവൻ്റെ മാനസികാവസ്ഥ. അപ്പോൾ ഇവരിപ്പോൾ ബാലാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട പോലീസുകാർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അധ്യാപകർ എന്ന് പറഞ്ഞാൽ നല്ല ട്രെയിനിങ് നേടിയ ആളുകളാണ്, എങ്ങനെ കുട്ടികളോട് ബിഹേവ് ചെയ്യണമെന്ന് പഠിച്ച ആളുകളാണ്.
വാപ്പാരുമാരും അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു വാപ്പിയമ്മയാവുകയാണെങ്കിൽ മക്കളോട് എങ്ങനെ പെരുമാറുന്ന പ്രത്യേക ട്രെയിനിങ് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു അധ്യാപകമാർക്കും അധ്യാപികമാർക്കൊക്കെ എന്ത് കിട്ടുന്നുണ്ട്? ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്? ഇതുപോലെയുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ഞാനും ഒരു അധ്യാപകൻ തന്നെയാണ്. ഇത് അധ്യാപകരുടെ കയ്യിലെ പിഴവാണ് എന്നുണ്ടെങ്കിൽ അത് തിരുത്തലാ വേണ്ടത്. നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു സാധനമുണ്ട്. ആര് കുറ്റപ്പെടുത്തിയാലും, അത് വാപ്പയോ ഉമ്മയോ സമൂഹമോ അല്ലെങ്കിൽ അധ്യാപകർ ആര് കുറ്റപ്പെടുത്തിയാലും ജീവിതം തകർക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കരുത്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഒന്ന്, രക്ഷിതാക്കളാണെങ്കിലും ഈ വീഡിയോ കാണുന്ന അധ്യാപകരാണെങ്കിലും അറിയാം, ഒരു പ്രശ്നം നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ നമ്മുടെ മക്കൾ നേരെയാവാൻ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ഒരു ഭാഷ അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ചീത്ത പറയുക, വഴക്ക് പറയുക, അടിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഈ ഒരു വിഷയത്തിൽ നിന്ന് നേരെയാവും. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ എങ്ങനെയാണ്? കുറ്റപ്പെടുത്തുന്ന രീതിയിലാണോ? ഇത് മനസ്സിൽ വല്ലാത്തൊരു മുറിവുണ്ടാക്കും. ആ മനസ്സിലെ മുറിവ് ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവായിട്ട് മാറും. അപ്പോൾ ഇവർക്ക് തോന്നുകയാണ് ഇന്ന ആർക്കും ഇഷ്ടമല്ല, ഇന്നെല്ലാവരും കുറ്റപ്പെടുത്താണ്. ഇപ്പോൾ ഈ കുട്ടിക്കുണ്ടായത് അങ്ങനെയാണ്. ഡാൻസ് ക്ലാസ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നൊരു കുട്ടിയാണ്. പക്ഷെ ഒരു കാരണവുമില്ലാതെ ഡാൻസിൽ നിന്ന് ഒഴിവാക്കി. ചില ടീച്ചർമാരങ്ങനെയുണ്ട്. ഈ ടീച്ചർമാരെ കാര്യമില്ല, ഈ മാനന്തവാടിയത്തെ ഈ ഒരു ടീച്ചറല്ല, ചില കുട്ടികളോട് ഭയങ്കര വിരോധമുള്ള ആളുകൾ. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നാൽ മതി കുട്ടികളോട് വല്ലാത്തൊരു വിരോധം, പിന്നെ ഒരു വല്ലാത്തൊരു വെറുപ്പാണ്. ആ കുട്ടികളെ പരിഗണിക്കില്ല. അവരൊരു നല്ല അധ്യാപകരാവാൻ യോഗ്യതയുള്ള ആളുകളല്ല. അധ്യാപകർ എന്നൊക്കെ പറഞ്ഞാൽ മറ്റൊരു പ്രൊഫഷൻ പോലെയല്ല, ഇത് കുട്ടികളുമായിട്ടാണ്. കാരണം ഒരു കുട്ടിയെ നന്നാക്കുന്നതും ഒരു കുട്ടിയെ മോശമാക്കുന്നതും അതിൻ്റെ മാതാപിതാക്കളും അധ്യാപകരും ആണെന്ന് സൈക്കോളജിയിൽ പറയാറുണ്ട്. കാരണം ഈ കുട്ടികൾ നല്ലൊരു സമയത്തും വീട്ടിൽ നിന്ന് വളർന്ന ഒരു 4-5 വയസ്സായിട്ട് സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഒരു കുട്ടിയുടെ ഒരു പകുതി സമയത്തിലേറെ സ്കൂളുണ്ട്. അവർ പഠിപ്പിക്കുന്നതായിട്ട് പല കണക്റ്റഡാണ്. ഈ നല്ല സ്നേഹമുള്ള ടീച്ചർമാരാണ് എന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റണം. അപ്പം നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ നോക്കി സ്നേഹമുള്ള അധ്യാപകരില്ലേ, നമുക്ക് ഇഷ്ടമില്ലാത്ത അധ്യാപകരുണ്ടായിട്ടുണ്ടാവും. ആ അധ്യാപകൻ അങ്ങനെയല്ല പെരുമാറേണ്ടിയിരുന്നത് നമുക്ക് തോന്നും. പക്ഷേ ഇന്ന് ഈ ഫാത്തിമ എന്ന് പേരുള്ള ഈ കുട്ടിയുടെ മുഖം കാണുമ്പോൾ അള്ളാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. അങ്ങനെ ഒരു ബുദ്ധി ആ കുട്ടിക്ക് തോന്നാൻ കാരണം ഇവിടെ നിന്ന് ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്ന മാനസിക പീഡനങ്ങളാണ്. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ആര് കുറ്റപ്പെടുത്തലിൻ്റെ പൊന്നു മോളെ ഞാനുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കടയിൽ സ്കൂളിൽ നിന്ന് ജീവനൊടുക്കി 2 കുട്ടികൾ, സായ് ഇതിൻ്റെ ഗെയിംസിൽ 2 കുട്ടികൾ, പാലക്കാട് ഒരു കുട്ടി. കഴിഞ്ഞ ദിവസം സ്കൂളിൽ +2 സെൻഡ് ഓഫിൻ്റെ അന്ന് ഇതിട്ട് വന്നവനെ ടീച്ചർ ചീത്ത അറിഞ്ഞു, അതിനൊന്ന് അവസാനിപ്പിച്ചു. ഇങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങളും വലിയ കാരണങ്ങളുമാലും ജീവിതം അവസാനിപ്പിക്കുന്ന കുട്ടികളെ പട്ടികെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണം കൂടുതലാണ്. ഈ കൂടുതൽ വരുന്നത് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സപ്പോർട്ടിങ്ങിൻ്റെ കുറവാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മനക്കരുത്തോടു കൂടി സെൽഫ് അവെയർനെസ് നമ്മൾ കൊടുക്കുക. സെൽഫ് അവെയർനെസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കുറേ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാമല്ലോ. ആരുണ്ടെങ്കിലും എൻ്റെ മോൻ്റെ കൂടെ ഞാനുണ്ടടാ, ഉമ്മണ്ടടാ, ഉപ്പണ്ടടാ, മോളൊന്നുകൊണ്ട് പേടിക്കണ്ട, ആരും കുറ്റപ്പെടുത്തിക്കോട്ടെ, മോളും കൊണ്ട് പോരെ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കലല്ല, നമുക്കത് ഫീൽ ചെയ്യിപ്പിക്കണം. അത് ഫീൽ ചെയ്യിപ്പിക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പോൾ മക്കൾക്ക് തോന്നുകയാണ് ടീച്ചർക്ക് എന്നെ ഇഷ്ടമില്ല, മറ്റാൾക്ക് എന്നെ ഇഷ്ടമില്ല, അപ്പോൾ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുക. അവിടെ നിന്നല്ലേ ഒരു തുരുത്ത് അവിടെ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാവണം. അള്ളാഹു നമ്മുടെ മക്കൾക്ക് സൽബുദ്ധി കൊടുക്കട്ടെ. ഈ ഒരു വാർത്ത കണ്ടപ്പോൾ സങ്കടം തോന്നി. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടാവും. ഇത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലെ ദ്വാരക AUP സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഫാത്തിമ. ആ ഫാത്തിമ എന്നുള്ള ആ ഒരു കുടുംബത്തിന്, ആ മാതാപിതാ അനുഭവിക്കുന്ന ഒരു വേദന അള്ളാഹു അവർക്ക് ആശ്വാസങ്ങൾ കൊടുക്കട്ടെ, ക്ഷമ നൽകട്ടെ. പ്രാർത്ഥിക്കുക, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. നമ്മളിപ്പോൾ ഒരു സ്ത്രീ തന്നെ റീൽസ് ഇട്ടിട്ട് ഒരാൾ സൂയിസൈഡ് ചെയ്തിട്ടുള്ളൊരു വിഷയം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. അതും പ്രായം പക്വതയുള്ളൊരുത്തനാണ്. അവർക്കൊക്കെ നിയമപരമായിട്ട് നേരിട്ട് വെറുതെ പോയിട്ട് ജീവൻ ഒടുക്കിയിട്ട് ഇപ്പം അത് വലിയ പ്രശ്നമാണ്. ഇതൊന്നും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നിലനിൽക്കൂല. കാരണം പ്രായം പക്വതയുള്ളവനല്ലോ അവർക്ക് ഡിസിഷൻ എടുത്തു. പക്ഷേ ഈ ഒരു കുട്ടിയുടെ കഥ അങ്ങനെയല്ല. ഇതിന് വേണ്ടിയിട്ടാണ് ശബ്ദിക്കേണ്ടിയിരുന്നത്, ഇതിന് വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ മിണ്ടേണ്ടത്. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഇതൊരു വലിയ വാർത്ത പോലും ആയില്ല എന്നുള്ള സങ്കടങ്ങൾ. നിങ്ങൾ ഏതെങ്കിലും മനോരമയിലോ മാതൃഭൂമിയിലോ മീഡിയ വണ്ണിലോ മറ്റേ റിപ്പോർട്ട് ചാനലിലോ 24 ഈ വാർത്ത കണ്ടിരുന്നു? ഇല്ല. അവർക്ക് കൊടുക്കാൻ, അവർക്ക് മറ്റ് പലതാ കൊടുക്കാൻ നേരമുള്ളത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മുടെ കുട്ടികളോട് നമ്മൾ പെരുമാറുമ്പോൾ ആലോചിക്കുക, കുറ്റപ്പെടുത്തുന്ന ഒരു ശീലം നമ്മുടെ ഉള്ളിലുണ്ടാകരുത്. അറിയാതെ ഞാനെന്ന ഉപ്പ, ഞാനെന്ന അധ്യാപകൻ കുറ്റപ്പെടുത്താറുണ്ട്. ഞാനെന്നൊരു അധ്യാപകൻ കുറ്റപ്പെടുത്തൽ കുറവാണ്. ഞാൻ എന്നെ തന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ, അനലൈസ് ചെയ്താൽ ഞാനെന്നൊരു രക്ഷിതാവ് കുറ്റപ്പെടുത്തലുണ്ട്. നമ്മൾ കുറ്റപ്പെടുന്ന അളവ് കുറക്കണം. ഞാൻ എന്നോടും കൂടി, എൻ്റെ നെഫ്സിനോടും കൂടിയാണ് ഞാൻ പറയുന്നത്.
അങ്ങനെ കുറച്ചെങ്കിൽ മാത്രമാണ് നല്ല മക്കളെ നമുക്ക് സമ്മാനിക്കാൻ കഴിയുള്ളൂ. ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ ഈ കാണിക്കുന്നൊരു പതാക ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.